5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ആഗോള പൗരൻ, വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ചിലർ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കും, ഏത് വിശ്വൻ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആഗോള പൗരൻ ഡോക്ടർ ശശി തരൂർ ഇങ്ങനെ ലോകം കറങ്ങി തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക ജനതയ്ക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു. ലോക ജനതയ്ക്ക് വേണ്ടി, മോഡിക്ക് വേണ്ടി ലോക ജനതയോട് നന്ദി പറഞ്ഞു. മോഡി ഇങ്ങനെ വെച്ചതിന് വേണ്ടി ഇന്ത്യൻ ജനതയോട് നന്ദി പറഞ്ഞു. അങ്ങനെ ശശി തരൂർ അച്ചാമച്ച നന്ദി പറഞ്ഞു. അടുത്ത നമ്മളെ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം CPM-ൻ്റെ നോമിനിയാണ്. അദ്ദേഹവും നന്ദി പറഞ്ഞു. ആ നന്ദിയുടെ ഇടയിൽ കൂടെയൊക്കെ ചില നമ്പറുകളൊക്കെ അടിക്കുന്നുണ്ട് അദ്ദേഹം. അതായത് ഇപ്പം മോഡി ഇതിനൊക്കെ ഉത്തരം പറയണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നില്ല, എന്നാലും അദ്ദേഹവും നന്ദി പറഞ്ഞു. കുറച്ചുകൂടെ കടത്തി വലിയ നന്ദി വാങ്ങിയതും വലിയ കയ്യടി വാങ്ങിയതും നമ്മുടെ കനിമൊഴിയാണ്. അവരോട് നിങ്ങളുടെ രാജ്യത്തെ ഭാഷ ഏതെന്ന് സ്പെയിനിൽ പോയി അവിടുത്തെ പ്രതിനിധികൾ ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്തെ ഭാഷ, ഔദ്യോഗിക ഭാഷ എന്ന് ചോദിച്ചപ്പോൾ അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ് ഞങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞ് വലിയ കയ്യടി വാങ്ങി. എന്തായാലും നമ്മുടെ പിന്നെ സൽമാൻ ഖുർഷിദ് പാട്രിയോട്ടിസം, രാജ്യസ്നേഹം കാണിക്കുന്നത് എന്തോ വലിയ അപകടമാണെന്ന് ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ്സുകാർ കിടന്ന് ബഹളം കാണിക്കുന്നു. അദ്ദേഹം 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞത്, മോഡി 370-ാം വകുപ്പ് കാശ്മീരിൽ എടുത്ത് കളഞ്ഞത് നന്നായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാശ്മീരിൽ ജനജീവിതം തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. കാശ്മീർ പണ്ഡിറ്റുകൾ തിരിച്ചു വരുന്നു. കാശ്മീർ സമാധാനത്തിലേക്ക് പോകുന്നു. കാശ്മീരിൽ ടൂർ ഉണ്ടാകുന്നു, ടൂറിസ്റ്റുകൾ വരുന്നു. കാശ്മീരിനെ ചൊല്ലി ലോകത്തിന്, ഭീകരവാദത്തെ ചൊല്ലി ലോകത്തെല്ലാം പോയി സംസാരിക്കാൻ പറ്റിയതൊരു നല്ല കാര്യമായി കരുതി എന്നൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സംസാരിച്ചപ്പോൾ കോൺഗ്രസിനകത്ത് മുറമുറപ്പ്. നിങ്ങൾ പോക്കോളൂ, ചായ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്ലൈറ്റിലൊക്കെ കറങ്ങി നല്ല ഹോട്ടലിലൊക്കെ താമസിച്ച് അവിടെ വിദേശത്തൊക്കെ പോയി കണ്ടിട്ടൊക്കെ വരൂ, പക്ഷെ മോഡിയെ പൊക്കി പറയരുത്. മോഡിയെ നമ്മൾ ഇടിച്ചു തന്നെ പറയണം, അല്ലെങ്കിൽ BJP പൊക്കി പറയരുത്. ഇതായിരുന്നു വിഷയം. എന്തായാലും നമ്മുടെ ശശി തരൂർ, അതുപോലെ തന്നെ സൽമാൻ ഖുർഷിദ്, കനിമൊഴി, ജോൺ ബ്രിട്ടാസ് ഇവരെല്ലാം പോയി ലോകമാകെ പോയി 132 രാജ്യങ്ങളിലായിട്ട് ഇവർ 59ഓളം MP-മാർ, ലോകസഭ രാജ്യസഭ MP-മാർ പോയി ലോകത്തോട് നമ്മൾ പറഞ്ഞു, അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളോടും നമ്മൾ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഭീകരവാദികളെ തുരത്തി, ഞങ്ങൾ ഒരു സിവിലിയനെയും കൊന്നില്ല, എന്തുകൊണ്ട് സിന്ധു നദീജലത്തിലെ വെള്ളം ഞങ്ങൾ കൊടുത്തില്ല, എന്താണ് ഞങ്ങൾ ചെയ്തത് എന്ന് വളരെ കൃത്യമായി ലോകത്തോട് ചെന്ന് പറയാൻ ഒരു വലിയ കയ്യടി ലോകത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇന്ത്യ വന്നിരിക്കുന്നത്. ഇന്ന് മോഡി ഗവൺമെൻറ്റിൻ്റെ 1ാം വാർഷികവുമാണ്. 1ാം വാർഷിക സമയത്ത് ഇങ്ങനെ ഒരു വിഷയത്തിൽ ലോകമാകെ പോയി അത് മോഡി ഗവൺമെൻറ്റിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഇന്ത്യക്കും ഒരു മൈലേജ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് തന്നെ കാണേണ്ടി വരും. അതിലിപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ ചില വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാമെങ്കിലും മോഡി ഗവൺമെൻറ്റിന് ഇതിലൊരു കയ്യടി കിട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കൈകാര്യം ചെയ്തതിലൊരു കയ്യടി കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ കയ്യടി മാത്രമല്ല, ലോകത്താകെ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് നല്ല കയ്യടി കിട്ടിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ആഗോള പൗരൻ അടുത്ത ദൗത്യത്തിനായി കോട്ടും ഷർട്ടുമൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മോഡി ഇങ്ങെടുത്തു എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ, തൃശ്ശൂർ ഇങ്ങെടുത്തു എന്ന് പറഞ്ഞതുപോലെ ശശി തരൂരിനെ മോഡി ഇങ്ങെടുത്തു എന്ന് ആണ് കേൾക്കുന്നത്. എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.